ഹലോ, വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. ആക്ച്വലി ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. അതായത് നമ്മൾ യൂഷ്വലി എടുക്കാറുള്ള പോലെ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പകരം ഇതിപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു നോട്ടാണ്. ക്ലാസ് 7 ആണ് കേട്ടോ. 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 1. അതായത് ചാപ്റ്ററിൻ്റെ പേര് വിളയിക്കാം നൂറുമേനി എന്നാണ്. ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് എനിക്ക് പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു നോട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, യൂഷ്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണിച്ച് ഈ ഒരു ചാപ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ഹാഫ് ആൻ അവറെങ്കിലും എടുക്കും അതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാവുമ്പം നമുക്കൊരു കുറച്ചുകൂടി പെട്ടെന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ ഇതല്ലേ നല്ല രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അത് പറയാം. ഞാൻ അതെല്ലാം ടെക്സ്റ്റ് ബുക്ക് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് തന്നെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത് പറയാം, നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതായത് PSCക്ക് എന്തൊക്കെയാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇതെന്ന് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർ ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിലാദ്യം പറയുന്നത് ലെയറിങ് എന്താണെന്നുള്ളതാണ്. ലെയറിങ് അഥവാ പതിവയ്ക്കൽ. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി, കശുമാവ് തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരുമുളപ്പിച്ച് ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്നതാണ് എന്ത്, പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ ചെടികളിലാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് നോക്കി വയ്ക്കുക. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി, കശുമാവ് തുടങ്ങിയ സസ്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാതൃസസ്യം, അതായത് ഏത് സസ്യത്തിലാണോ നമ്മളിത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിൻ്റെയാണോ ഇതെടുക്കുന്നത് അതിനെയാണ് നമ്മൾ മാതൃസസ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കമ്പിൽ വേര് മുളപ്പിച്ചിട്ട് ആ ഭാഗം എന്ത് ചെയ്യും, മുറിച്ച് വേറൊരു തൈ ആയിട്ട് തന്നെ കുഴിച്ചിടും. അതിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇത് അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അതായത് 7th സ്റ്റാൻഡേർഡിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ്, 2024 അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിന് മുൻപ് ഉണ്ടായിരുന്ന ഓൾഡ് ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ അതിൽ പറയുന്നത് നാഗപതിവയ്ക്കൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് നാഗപതിവയ്ക്കൽ ഏതിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട്. നീളമുള്ള ശാഖ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി വയ്ക്കുന്നതിനാണ് നമ്മൾ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള സസ്യങ്ങളായിരിക്കും ഇത്. വള്ളികളായിട്ടൊക്കെയുള്ള സസ്യങ്ങളിലാണ് നാഗപതിവയ്ക്കൽ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ, ബോഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില ഇവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, വള്ളിയായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വള്ളി എന്ത് ചെയ്യും, കുറച്ച് മണ്ണിലേക്ക് വെക്കും. മണ്ണിലേക്ക് വളച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, മണ്ണിട്ട് മൂടി വയ്ക്കും. അതായത് ആ ഒരു വള്ളീൻ്റെ കുറച്ച് ഭാഗം മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് മൂടി വയ്ക്കും. എന്നിട്ട് നനച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മണ്ണിൻ്റെ അടിയിലുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യും, വേര് മുളയ്ക്കും. അങ്ങനെ അതൊരു പുതിയ സസ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. അന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PSCക്ക് ഉണ്ടായിരുന്നത്, ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന കറക്റ്റ് ആൻസർ കുരുമുളകായിരുന്നു. കുരുമുളകിൽ എന്താണ് ചെയ്യുന്നത്, നാഗപതിവയ്ക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെയാണ്, ബൊഗൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവയിലൊക്കെയാണ് നാഗപതിവയ്ക്കൽ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഓർക്കുക, വള്ളികളായിട്ടുള്ള ചെടികളിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് ചെയ്യുന്ന പ്രക്രിയയാണിത് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേറൊരു സസ്യം, അതായത് വേരോട് കൂടിയ വേറൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഏതിലാണോ നമ്മൾ ഒട്ടിക്കുന്നത്, വേരോട് കൂടിയുള്ള ആ ചെടീനെയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒട്ടിക്കുന്ന ഈ കമ്പ് വേറൊരു ചെടീൻ്റെതായിരിക്കും ഒട്ടിക്കുന്ന കമ്പ്, അതിനെയാണ് സൈൻ എന്ന് പറയുന്നത്. ഇനി മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് വെച്ചാൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന രീതിയാണ് ഏത്, മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ, സസ്യങ്ങളും അതിൻ്റെ സങ്കര ഇനം വിത്തുകളും. ഇത് കുറേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ടെക്സ്റ്റിലുള്ളത് മാത്രം നോട്ട് ചെയ്തതാണ് കേട്ടോ. ഇതെന്തായാലും പഠിച്ചു വയ്ക്കാം. മുളകിൻ്റെ ഏതൊക്കെയാണ് സങ്കര ഇനം വിത്തുകൾ എന്നുള്ളത്, ഉജ്ജ്വല, ജ്വാലാമുഖി. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മുളകിൻ്റെ ഒരു എരിവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ പഠിച്ചതുകൊണ്ട് മുളകിൻ്റെത് ഏതൊക്കെയാണ് സങ്കര ഇനം വിത്തുകൾ, ഉജ്ജ്വലയും ജ്വാലാമുഖിയുമാണ്. പയറിൻ്റെത് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, രണ്ടും പയറാണ്. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയ്ക്ക സൽകീർത്തി, കിരൺ. ഇതെന്തായാലും പഠിച്ചു വയ്ക്കണേ.
മുളകാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, മുളകിൻ്റെ സങ്കരീന വിത്തുകളാണ്. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. ഇനി കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ വർഷങ്ങളായിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുക. ആകെ ഒരു 5-6 ഉള്ളൂ, എന്തായാലും പഠിച്ചു വയ്ക്കുക. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരിലാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, തൃശ്ശൂർ ജില്ലയിൽ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് വരുന്നത്. പിന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അത്രയേ ഉള്ളൂ. പിന്നെ കാലിക്കറ്റുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ, അതും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കാലിക്കറ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ കാലിക്കറ്റാണ്. അപ്പം ഇത് കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. പിന്നൊരു കാര്യം പറയുന്നത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. മാറിപ്പോവരുത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് പുരസ്കാരം അവിടെ കൊടുത്തത്, മാക്സസി വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നോട്ട് ചെയ്തതാണ്. പിന്നെ ജീവാണുവളം എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളപ്രയോഗ രീതിയാണ്. അതിന് എക്സാമ്പിളാണ് സ്യൂഡോമോണസും അസോസ്പൈറില്ല. ജീവാണുവളത്തിന് എക്സാമ്പിളാണ് സ്യൂഡോമോണസും അസോസ്പൈറില്ലവും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണത്, എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത്, സെറികൾച്ചർ, പട്ടുനൂൽ പുഴു വളർത്തൽ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്തായാലും ഇത് പഠിച്ചു വയ്ക്കട്ടോ. ടെക്സ്റ്റിലുള്ള സാധനങ്ങളാണ്. സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴു വളർത്തലാണ്. ഫ്ലോറികൾച്ചർ നമുക്ക് ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, പുഷ്പകൃഷിയാണ്. എപ്പികൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി, വേഗം കിട്ടും. പൗൾട്രി ഫാമിംഗ് കോഴി കൃഷി. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. പിസികൾച്ചർ മത്സ്യകൃഷി. ഒന്നുകൂടെ, സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ. ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി. പൗൾട്രി ഫാമിംഗ് കോഴിക്കൃഷി. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. പിസികൾച്ചർ മത്സ്യകൃഷി. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ലൈക്ക് PSCക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെ അതിലുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു അല്ലേ, പോയിൻറ്റ്സ് മാത്രം പറയുമ്പോൾ. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് അതിലുള്ള ഓരോ സിനാരിയോ, കാരണം ചെറിയ കുട്ടികളാണല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സാധനം, ഈ ഒരു പോയിൻറ്റ്സ് അവരിലേക്ക് എത്തുന്നത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോസ് മതിയോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള വീഡിയോസ് ആണോ കുറച്ചുകൂടി യൂസ്ഫുൾ എന്നുള്ളത് പറയുവാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.